ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂൺ മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൂൺ മസാല തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ കഴിക്കുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ. അതിന് മുന്നേ തന്നെ നമുക്കിത് വിളവെടുക്കണം. അപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള കൂണാണ് കേട്ടോ ഇത്. നമ്മൾ രാത്രി തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോയപ്പോഴേക്കും കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ നമ്മളതെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പിറ്റേ ദിവസം കറി വെക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഭവം എന്ന് പറയുന്നത് കൂൺ മസാലയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൂൺ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് ഇത് ഉണ്ടാക്കാം. എങ്ങനെയാണ് ടേസ്റ്റൊക്കെ നമുക്ക് കഴിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കുറേ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരു നേരത്തേക്കുള്ള എന്തായാലും എല്ലാവർക്കും കഴിക്കാനുള്ള ആവശ്യമായിട്ട് കഴിക്കാനുള്ള കൂൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ട് നരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ടൊക്കെ വെള്ളം പിഴിഞ്ഞളയാം. എന്നിട്ട് നമുക്ക് നേരെ ഇത് കറി വെക്കാനായിട്ട് നോക്കാം. നമ്മൾ ഇന്നിപ്പോൾ മസാലക്കറി ആയിട്ടാണ് വെക്കുന്നത്. ലൈക്ക് ബീഫ് കറിയൊക്കെ വെക്കില്ല, നമ്മൾ ബീഫോ ചിക്കൻ കറിയൊക്കെ വെക്കില്ല, ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തോരൻ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ആട്ടോ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നത് എന്തായാലും ഒരു മസാലക്കറി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകൊന്നും പൊട്ടിക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ആ സവാളയും കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ വഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് സവാളക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. സവാളക്കും കുറച്ച് കൂണിനും കൂടി എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുള്ളത്. ലാസ്റ്റ് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഇനി നമുക്കിതിലേക്ക് മസാലകൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സവാള നല്ലപോലെ വഴഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പൊടികളിട്ട് എടുത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിൻ്റെയൊക്കെല്ലാം പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വഴറ്റാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പൊടികളെല്ലാം നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരെ ഒരു പുളിപ്പും കൂടി ഉണ്ടാകും. അപ്പോൾ രസം ഉണ്ടാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതും നല്ലപോലെ വഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടുത്തെ തക്കാളി നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താമസിയാണ്ട് തന്നെ കൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾക്കും കുറേ ഉണ്ടെന്ന്, പക്ഷേ ഇത് വാടി വരുമ്പോഴേക്കും ചുരുങ്ങും. നമ്മൾ ചീരയൊക്കെ വാട്ടുമ്പോൾ കുറേ ഉണ്ടാവില്ല, അരിഞ്ഞ് വരുമ്പോഴേക്കും കുറേ ഉണ്ടാവും, പക്ഷേ വാടി വരുമ്പോഴേക്കും കുറേ കുഞ്ഞായിട്ട് പോകില്ലേ, ഇത് കുറച്ചായിട്ട് വരില്ലേ, അതുപോലെ തന്നെയാണ് കൂണിൻ്റെ കാര്യവും. അങ്ങനെ അതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഞാനൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വന്നു. അല്ലാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. കൂണിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും. പിന്നെ നമ്മൾ ഓൾറെഡി കഴുകിയതും കൂടി ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ വെള്ളം കൂടി ഉണ്ടാകും. അങ്ങനെ 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മസാലക്കറിയാണ്. നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മസാലയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിയില ഇടുന്നില്ല. അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറിനോട് തിന്നുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ വേറെ രീതിയിലാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ ബൈ.